പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 4 ലക്ഷത്തിന് മുകളിൽ കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട ശിവൻകുട്ടി അപ്പൂപ്പൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോയ ആദ്യത്തെ ദിവസം. ഇന്നത്തെ കുട്ടികൾക്ക് അത്ര വലിയ ടെൻഷനൊന്നും വേണ്ടെന്നാണ് നമ്മളും പറയാറുള്ളത്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മളുടെ കുട്ടികൾക്കുള്ള ഒരു സന്ദേശം ആദ്യം നമുക്ക് കൊടുക്കാം. എല്ലാ കുട്ടികളും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പോവുക. ഇത് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കി നിശ്ചയിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ SSLC പരീക്ഷയാണ്. ആ പാഠപുസ്തകം നന്നായി തന്നെ കുട്ടികൾക്ക് ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയും അല്ലാതെ മറ്റ് ക്ലാസ് പരീക്ഷകളെല്ലാം നടത്തി നന്നായി തന്നെ അതിൻ്റെ മോഡൽ ചോദ്യം പേപ്പറെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ ചില സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ചോദ്യപേപ്പറെല്ലാം വളരെ പ്രയാസമുള്ളതായിരിക്കും എന്നുള്ള നിലയിലുള്ള പ്രചരണമൊക്കെ നടത്തിയിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, ആ പ്രചരണത്തിന് ഒരു കാര്യവുമില്ല, അത് അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി നോക്കുക. ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുക. മറ്റ് എതിരായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് പൊതുവിൽ വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്. നമ്മൾ ഏതാണ്ട് 4,17,497 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ 7 പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരീക്ഷകൾ മാറ്റി വച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ പരീക്ഷ നമുക്ക് പിന്നാലെ നടത്താം. ഓക്കെ, ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ മിനിസ്റ്റർ, ഈ വിദ്യാർത്ഥികൾക്കും പരീക്ഷയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരീക്ഷ വരുന്നു. ഇതിലേത് പരീക്ഷയാണ് കഠിനം? 10ാം ക്ലാസ്സിലെ പരീക്ഷയാണോ അതോ ഈ ജനകീയ പരീക്ഷയാണോ? രണ്ടും നമുക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിയുന്ന പരീക്ഷകളാണ്. ഓക്കെ, ആത്മവിശ്വാസമുണ്ട്. അതെ, നമ്മുടെ കുട്ടികൾക്കുള്ള ആത്മവിശ്വാസം പോലെ തന്നെ ഉദ്ദേശിച്ച 2ാം പരീക്ഷയും നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടാനാണ് സാധ്യത. ഈ മിനിസ്റ്റർ, പരീക്ഷ എഴുതാനൊക്കെ പോകുന്ന കുട്ടികൾ, ഈ രക്ഷിതാക്കളൊക്കെ വല്ലാതെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കും. അനാവശ്യമായിട്ടേ പിള്ളേരെ സമ്മർദ്ദത്തിലാക്കുകയൊക്കെ ചെയ്യും രക്ഷിതാക്കൾ. അവരോട് എന്താ മിനിസ്റ്റർക്ക് പറയാനുള്ളത്? നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് തലേന്ന് വരെ കുട്ടിയും കുന്നും കഴിച്ചിട്ടും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടും ഒക്കെ പരീക്ഷ എഴുതാൻ പോയൊരു കാലം ഉണ്ടല്ലോ. അതെ, രക്ഷകർത്താക്കൾക്ക് സ്വാഭാവികമാണ്, അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. പക്ഷേ ആ ടെൻഷൻ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടെത്തിക്കുന്നത് ചില സോഷ്യൽ മീഡിയാസാണ്. അത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇടപെട്ടിരുന്നു, ഞാൻ വ്യക്തിപരമായി തന്നെ ഇടപെട്ടിരുന്നു. അത് പിന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഇടയിലും ഒക്കെ തന്നെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലുള്ള പ്രചരണങ്ങൾ പല നിലയിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുള്ളവരാണ്, ആ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുന്നത്. അതൊക്കെ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിശ്ചയമായിട്ടും കഴിയും. അതുകൊണ്ട് രക്ഷകർത്താക്കൾ കൂടുതൽ ടെൻഷൻ അടിച്ച് കുട്ടികളെ കൂടെ അതിലെത്തിക്ക് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. രക്ഷകർത്താക്കൾ വളരെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളും ആ നിലയിലേക്ക് വന്നെത്തും. അല്ല, രക്ഷകർത്താക്കൾ പരീക്ഷ എഴുതാൻ പോകുന്ന മട്ടിൽ അയ്യോ പ്രശ്നമാണ് എന്ന് ഒരു രക്ഷകർത്താവിന് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ പുറത്ത് കാണിച്ച് കുട്ടികളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ അതങ്ങനെ ഉപദേശം ഒന്നും കൊടുക്കുന്നില്ല. അവരിന്നിപ്പോൾ രാവിലെ ഇപ്പം പരീക്ഷയ്ക്ക് ലാസ്റ്റ് അവസാനമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ നടത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കില്ല. നല്ല ചൂടായതുകൊണ്ടേ ഈ വെള്ളം കുടിക്കാനും ഒക്കെ ചില കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുവരും. ഇനി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും വെള്ളവും സംവിധാനവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗൂസയിൽ
എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൂസയിൽ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതങ്ങനെയൊന്നും ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കോവിഡ് സമയത്ത് നമ്മൾ പരീക്ഷ നടത്തിയിട്ടുള്ളവരാ, ഒരു ബുദ്ധിമുട്ടില്ലാതെ. ആ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതേപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. വലിയൊരു തയ്യാറെടുപ്പ് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സംസ്ഥാനം. നമുക്ക് പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഈ പൊങ്കാലയും ഓണവും പൊരുന്നാളും ഒക്കെ പോലെ ആണല്ലോ, അതൊരു ആചാരമാണല്ലോ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്തൊരു കാര്യം കൂടി മിനിസ്റ്റർ കിട്ടിയോണ്ട് ഞാൻ ചോദിക്കുക. നമ്മുടെ സുധാകരൻ സഖാവിനെ വിളിക്കുകയോ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക അങ്ങേക്കുണ്ടോ? ഇന്നലെ സുധാകരൻ സഖാവ് ഒരു കടുപ്പിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഇല്ല, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്, എന്നെക്കാൾ എത്രയോ വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുവന്ന കൊടിക്ക് മുകളിലല്ല ആരും, എല്ലാവരും ചുവന്ന കൊടിക്ക് താഴെയാണ്. അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കാനൊന്നും സാധ്യതയില്ലല്ലോ അല്ലേ? അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെ ഒരു കടുപ്പിച്ച തീരുമാനമൊന്നും എടുക്കത്തില്ല. ഞങ്ങളെല്ലാം സുധാര ഏട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളെല്ലാം പിന്നെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ തന്നെ നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന് ഇനിയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. കറക്റ്റ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പം മിനിസ്റ്റർക്കും ആശംസകൾ. ഇപ്പോഴല്ല പരീക്ഷയെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ആ പരീക്ഷ വരുമല്ലോ. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ മിനിസ്റ്റർ ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത് തലസ്ഥാനത്ത് നിന്നും. താങ്ക് യു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കെല്ലാം ആശംസ അർപ്പിച്ചിരിക്കുന്നു.